ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. പുറത്ത് നല്ല മഴയുണ്ട്. എങ്ങനെയാണ് പോവേണ്ടതെന്ന് ഒന്നും അറിയില്ല. അങ്ങനെ ഞാൻ ഊബറിൽ നോക്കിയപ്പോഴത്തേനും 91 രൂപയാണ് കേട്ടോ ഷിപ്പ്യാർഡ് വരെ രവിപുരം വരെ പോകാൻ കാണിക്കുന്നത്. എനിവേ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമല്ലോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങി. ഞങ്ങളുടെ റൂമിൻ്റെ കീ എന്താ ഇവിടെ ഏൽപ്പിച്ചിട്ടാട്ടോ പോകേണ്ടത്. അങ്ങനെ പുറത്തിറങ്ങി. നല്ല മഴയുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ഞാൻ കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് നിന്നപ്പോഴത്തേനും അത്യാവശ്യം ക്രൗഡ് ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ക്യൂ പാലിക്കണം എന്നാണല്ലോ. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്യൂ പാലിച്ചു. അവിടെ നിന്ന് ഞാൻ അപ്പവും മുട്ടക്കറിയും പിന്നെ എൻ്റെ ഫേവറേറ്റ് ഹോർലിക്സാണ് കേട്ടോ കഴിച്ചത്. ഇതേ പോകുന്നു മെട്രോ ട്രെയിൻ. അവിടെ നിന്ന് നേരെ നടന്ന് ഈ സൈഡിൽ വന്ന് നിന്നപ്പോഴത്തേനും ഒരു ആൻറ്റി പറഞ്ഞു ഇവിടെയല്ല അപ്പുറത്താണെന്ന് പറഞ്ഞു. നേരെ ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി ബസ്സിൽ കയറി അവിടെ നിന്ന് നേരെ ഞാൻ നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഇവിടുന്ന് നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ HDFC ലൈഫിൻ്റെ ഓഫീസ് വരുന്നത്. കുറച്ച് നടക്കാനുണ്ടായിരുന്നു കേട്ടോ. ബസ് ഇറങ്ങിയിട്ട് നടന്ന് നേരെ വന്നു. കുറച്ച് നേരത്തെ എത്തി. ഒരു 9:30 കയറിയാൽ മതിയായിരുന്നു. പക്ഷേ 9 ആയപ്പോഴത്തേനും ഞാനിവിടെ എത്തി. അതിന് മുമ്പായിട്ട് ഇവരിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവർ ഇന്നലെ റൂം ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാ ഒരുമിച്ച് വരാൻ പറ്റാത്തത്. പിന്നെ ഇതായിരുന്നു നമ്മളെ ട്രെയിനിങ് റൂം വരുന്നത്. ഫസ്റ്റ് HR സെക്ഷനാണ്. അത് നമ്മുടെ HR ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ബ്രേക്ക് തന്നിട്ടുണ്ടായിരുന്നു. 11:30 മുതൽ 2 മണി വരെ ബ്രേക്ക് ഉണ്ടായിരുന്നു ഗൈസ്. അവിടെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങി. കടയൊന്നും നോക്കിയിട്ട് കണ്ടില്ല, തൊട്ട് ഫ്രണ്ടിലുണ്ടായിരുന്നു. പിന്നെ തിരിച്ചു വന്ന് ക്രോസ് ചെയ്ത് നേരെ ഞാനൊരു മീൽസാണ് കേട്ടോ കഴിച്ചത്. ഇവരെല്ലാവരും ട്രിവാൻഡ്രത്തുള്ളവരാണ് കേട്ടോ. ഇവിടെ വന്നിട്ടാണ് കേട്ടോ പരിചയപ്പെട്ടത്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇവിടുന്ന് തന്നെ കോഫി കുടിക്കാമെന്ന് വിചാരിച്ച് കോഫി കുടിക്കാൻ പോയതാണ്. പിന്നെ ഞാനൊരു ലൈറ്റ് കോഫി കേട്ടോ കുടിച്ച്. കോഫി എടുത്തപ്പോഴത്തേനും അതിൽ മധുരമില്ല. പിന്നെ രണ്ടാമത് ഷുഗർ ആഡ് ചെയ്തിട്ടാണ് കുടിച്ചത്. പിന്നെ ഒരു 4 മണി ആയപ്പോഴത്തേനും സെക്ഷൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. സാർ ഒരു 5:30 ആയപ്പോഴത്തേനും സെക്ഷൻ തീർത്തു പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി. സന്തോഷമാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ഓപ്പോസിറ്റായിരുന്നു ബസ് സ്റ്റോപ്പ്. ആലുവ പോകുന്ന ബസ്സിലാണ് കയറേണ്ടത്. അങ്ങനെ കയറി. പക്ഷേ ഞാൻ ഇറങ്ങിയ സ്റ്റോപ്പ് എന്തോ മാറിപ്പോയി. ഞാൻ ഒരുപാട് നടന്നു. ഒരു ഏകദേശം 1-2-3 കിലോമീറ്ററോളം നടന്നിട്ടാണ് ഇവിടെ റൂമിലെത്തിയത്. എനിക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് Day 3 നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.